ഇന്ന് രാത്രിയില്, ഇന്ന് പകല് ദൈവം നമുക്ക് ചിന്തിപ്പാനായിട്ട് തരുന്ന വചനം എന്ന് പറയും ദൈവം നൽകുന്ന സംരക്ഷണം എന്നുള്ളതാണ്. 7 ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം ഗോഡ്. ദൈവം നൽകുന്ന സംരക്ഷണം. ഈ ലോകത്തിൽ ഇന്ന് സംരക്ഷണമില്ലാത്ത ഒരു കാലയളവിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സംരക്ഷിക്കുവാൻ നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ. ദൈവവചനത്തിൽ നിന്ന് ദൈവം നൽകുന്ന 7 തരത്തിലുള്ള പ്രൊട്ടക്ഷനെ കുറിച്ച്, സംരക്ഷണത്തെ കുറിച്ചാണ് നിങ്ങൾക്ക് ഇന്ന് പകൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനമൊക്കെ കയ്യിലുള്ളവരും ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരും ഇപ്പോൾ അത് വായിക്കുകയും നോട്ട് ചെയ്യാൻ കഴിയുകയും ചെയ്യുമെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും, ലൈഫിൽ പ്രയോജനകരമായിരിക്കും. അതുകൊണ്ട് അതിനുള്ള ശ്രമങ്ങൾ നടത്തിയാട്ടെ. നിങ്ങൾ ഇടയ്ക്കൊക്കെ അത് ചിരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. കാരണം ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് പോകാം. 7 ടൈപ്പ് ഓഫ് പ്രൊട്ടക്ഷൻ ഫ്രം ഗോഡ്. ദൈവം നൽകുന്ന സംരക്ഷണം. 1, ദൈവം ദൂതന്മാരായിട്ടുള്ള സംരക്ഷണം. ദൂതന്മാരെ അയച്ച് ദൂതന്മാരിലൂടെ ലഭിക്കുന്ന സംരക്ഷണം. ത്രൂ ദ ഗോഡ്സ് ഏഞ്ചൽസ്. നമ്മളെ ദൈവത്തിന്റെ ദൂതന്മാരെ അയച്ച്, ദൂതന്മാരെ വിട്ട് ദൈവം നമ്മളെ സംരക്ഷണം ചെയ്യുന്നു. സങ്കീർത്തനം 91:9 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തനം 91:9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കും. യഹോവേ, നീ എന്റെ സംഗീതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് തന്റെ ദൂതന്മാരുടെ. ഒരു ദൈവഭക്തനായിരിക്കുന്ന, പ്രാർത്ഥിക്കുന്നവന്റെ, രക്ഷിക്കപ്പെട്ട, പുതിയ നിയമപ്രകാരം രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട ദൈവപൈതൽ എന്ന അവസ്ഥയിലേക്ക് പ്രവേശിച്ച ഒരു ദൈവപൈതലിനെ ദൈവം എന്ത് ചെയ്യുന്നറിയാം? വചനപ്രകാരം, ഈ സത്യവേദ പുസ്തക പ്രകാരം അവർ ദൂതന്മാരെ അയച്ച് സംരക്ഷണം ചെയ്യുന്ന ദൈവമാണ്. ത്രൂ ഗോഡ്സ് ഏഞ്ചൽസ്. ഹല്ലേലൂയ. രാത്രിയിലെ ഭയവും പകൽ പറക്കുന്ന അസ്ത്രവും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. കാരണം ദൈവം നിനക്ക് സംരക്ഷകനായി ദൂതനെ അയച്ച് നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവനെ സൂക്ഷിക്കുന്ന ഒരു ദൈവമാണ്. എന്റെ പ്രിയരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒറ്റയ്ക്കല്ല. ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. ഭയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല. ദൂതന്മാർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശക്തിയോടെ കരമുയർത്തി ഇന്ന് രാത്രി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹാലേ പകൽ സ്തുതിച്ചാട്ടെ. സങ്കീർത്തനം 34:7 വാക്യം നമുക്കൊന്ന് വായിക്കാം. സങ്കീർത്തനം 34:7 വാക്യം ശബ്ദം ഉയർത്തി വേഗത്തിൽ വായിച്ചാട്ടെ. സങ്കീർത്തനം 34:7 വാക്യം. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ദൂതൻ തന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ എന്ത് ചെയ്യുന്നു? വിടുവിക്കുന്നു. പിശാച് പലവിധത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കി, മനുഷ്യൻ പലവിധത്തിലുള്ള തന്ത്രങ്ങൾ ഉണ്ടാക്കി നമ്മളെ തകർത്ത് കളയുവാൻ, ഉടച്ചു കളയുവാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനം, സത്യവേദ പുസ്തകം പറയുകയാണ്, ഹല്ലേലൂയ, ദൂതന്മാരെ അയച്ച് പാളയം ഇറങ്ങി അവൻ തന്റെ ഭക്തന്മാരെ വിടുവിക്കുന്നു. ഭക്തന്മാരെ വിടുവിക്കുന്നവനായ ദൈവം, പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന ഭക്തന്മാരെന്ന് പറയുന്നത്, ദൈവത്തെ ഭയപ്പെട്ട് അവനെ ആശ്രയിക്കുന്നവരെയാണ് ഭക്തന്മാരെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി ദൈവം സംരക്ഷണം ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് സംരക്ഷകരായി ദൂതന്മാർ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഉറക്കെ പറയാമോ? നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഞങ്ങളുടെ കൂടെ ദൂതന്മാരുണ്ട്. ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങളുടെ സംരക്ഷിക്കുവാൻ, ഞങ്ങളെ കാക്കുവാൻ, ഞങ്ങളെ പരിപാലിക്കുവാൻ. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. അവർ നമ്മുടെ പരിപാലകനായി നമ്മുടെ കൂടെയുണ്ട്. ദൂതനെ അയച്ച്, ത്രൂ ദ ഗോഡ്സ് ഏഞ്ചൽസ്, ദൂതനെ അയച്ച് നമ്മളെ സംരക്ഷണം ചെയ്യുന്ന, അത് ദൂതന്മാരുടെ മിനിസ്ട്രി വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. നമ്മുടെ ചുറ്റും ദൂതന്മാരുണ്ട്. എബ്രായ ലേഖനം 1:14 വായിക്കുമ്പോൾ, ദൂതന്മാരെ ദൈവം നമുക്ക് സേവകാത്മാക്കളായി അയച്ചിരിക്കുകയാണ്. നമ്മുടെ മനുഷ്യന്റെ സംരക്ഷണത്തിനായി, ദൈവമക്കളുടെ സംരക്ഷണത്തിനായി, പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന്റെ സംരക്ഷണത്തിനായി, സേവകാത്മാക്കളായി ദൈവം തന്റെ ദൂതന്മാരെ അയച്ചിരിക്കുന്നു. ദൂതന്മാർ അയാളെ സംരക്ഷണം ചെയ്യുന്നു. അതുകൊണ്ട് പേടിക്കേണ്ടതില്ല, ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. നിന്നെ കുഴിയിൽ വീഴിച്ചു കളയുവാൻ, നിന്നെ തകർത്ത് കളയുവാൻ, വഴിയിൽ പതിയിരിക്കുന്ന പൈശാചികതകൾ, വഴിയിൽ തകർന്നിരിക്കുന്ന അപകടങ്ങൾ, വഴിയിൽ പതിയിരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ കൂട്ടുകെട്ടുകൾ, ഇതൊന്നും നിന്നെ തൊടുവാൻ കഴിയത്തില്ല. കാരണം ദൂതന്മാർ നിനക്ക് ചുറ്റുമുണ്ട്.
ഇന്ന് പകൽ ദൂതന്മാരുടെ മിനിസ്ട്രിയെ ദൈവമേ അയക്കണമെന്ന് പറഞ്ഞാട്ട് അത് ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക അധികാരത്തിൽ നിന്നുകൊണ്ട് ദൂതന്മാരുടെ മിനിസ്ട്രി നമ്മൾക്ക് വേണ്ടി വെളിപ്പെട്ടു വരട്ടെ. ദൈവ ദൂതന്മാരെ ഗണം അയച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. രണ്ട്, ദൈവം തന്റെ ചിറക് വിരിച്ച് നമ്മളെ സംരക്ഷിക്കും. തന്റെ ചിറക് വിരിച്ച് സംരക്ഷിക്കുക. God is protecting us under his wings. അവന്റെ സംരക്ഷണം ചിറക് വിരിച്ചായിരിക്കും. തൂകൽ കൊണ്ട് മറയ്ക്കും. തള്ളപ്പക്ഷി കുഞ്ഞുങ്ങളെ അതിൽ ചേർത്ത് മറയ്ക്കുന്നത് പോലെ ദൈവം തന്റെ മക്കളെ സ്വന്തം ചിറക് വിരിച്ച് സംരക്ഷിക്കും. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു തൂവൽ കൊണ്ട് നമ്മളെ സംരക്ഷിക്കും. സങ്കീർത്തനം 91 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് അത് കഴിയുന്നതാണ്. വേട്ടക്കാരന്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിൽ നിന്നും വിടുവിക്കും. തന്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവന്റെ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. അത് മാത്രമല്ല, അവന്റെ തൂവൽ കൊണ്ട് നമ്മളെ അവൻ എന്ത് ചെയ്യും? മറയ്ക്കും. സങ്കീർത്തനം 57:1 നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൂവൽ കൊണ്ട് മറയ്ക്കുന്ന തള്ളപ്പക്ഷി തന്റെ തൂവൽ കൊണ്ട് കുഞ്ഞുങ്ങളെ മറയ്ക്കുന്ന രംഗങ്ങൾ കാണുവാനായിട്ട് കഴിയും. ദൈവം തന്റെ ചിറക് വിരിച്ച് നമ്മളെ സംരക്ഷിക്കുന്ന ദൈവമാണ്. ചിറക് വിരിച്ച്. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഞാനൊരു കാര്യം പറയണമേ, നിങ്ങളത് വിശ്വാസത്താൽ ഹൃദയത്തിൽ കൊണ്ടുവരണം. ദൂതന്മാർ നമ്മുടെ ചുറ്റും നിൽക്കുന്നു. രണ്ട്, നമ്മൾ ചിറക് വിരിച്ച് ദൈവം നമുക്ക് വേണ്ടി സംരക്ഷകനായിരിക്കുന്നു. അത് നമ്മളൊന്ന് വിശ്വാസത്താൽ എന്ന് ഏറ്റെടുത്ത് തുടങ്ങണം. ഹല്ലേലൂയ. ഭയപ്പെടരുത്. പൈശാചിക മണ്ഡലങ്ങളെ നിനക്കൊരു അനർത്ഥം വരികയില്ല. നിന്നെ താങ്ങുവാൻ, നിന്നെ പരിപാലിക്കുവാൻ എന്റെ യേശു സർവശക്തനാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഒന്ന്, നമ്മൾ ദൂതന്മാരുടെ സംരക്ഷണം. രണ്ട്, അവൻ തന്റെ ചിറക് വിരിച്ച് സംരക്ഷിക്കും. സങ്കീർത്തനം 57:1 ഒന്നുകൂടെ വായിച്ചാട്ടെ. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചെറിയ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാൻ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. നിന്നിൽ ഞാൻ പൂർണ്ണമായി ശരണം പ്രാപിക്കുകയാണ്. നമ്മൾ സംരക്ഷണത്തിനായി ദൈവകരങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ ശരണം പ്രാപിക്കാം. നമുക്ക് നമ്മളെ സംരക്ഷിക്കുവാൻ ഒരു സേനകളും നമ്മളെ ഇല്ല. സംരക്ഷിക്കുവാൻ ഒരു പ്രൊട്ടക്ഷൻ ഫോഴ്സ് നമ്മുടെ കൂടെ ഇല്ല. എന്നാൽ നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട് എന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം തന്റെ ചിറക് വിരിച്ച് സംരക്ഷിക്കും. മൂന്ന്, ദൈവം 3 വിധത്തിൽ ഫെൻസ് കെട്ടി, വേലി കെട്ടി തന്റെ മക്കളെ ദൈവം സംരക്ഷിക്കും. 3-fold fences of God on the around us, our family, all your prosperity. നമ്മുടെ ചുറ്റും അവൻ വേലി കെട്ടും. നമ്മുടെ ഫാമിലി, നമ്മുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടും. നമ്മുടെ നന്മയ്ക്ക് ചുറ്റും അവൻ വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവമാണ്. യോബിന്റെ പുസ്തകം 1:10 യോബിന്റെ ഭക്തന് ചുറ്റും വേലി കെട്ടി, കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി, സകലത്തിന് ചുറ്റും വേലി കെട്ടി. സകലത്തിന് ചുറ്റും എന്ന് പറയുമ്പോൾ തന്റെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടി. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും വേലി കെട്ടും, തന്റെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടും, തന്റെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടും. ദൈവം ഒരു ഭക്തനെ സംരക്ഷിക്കുകയാണ്. ഇന്ന് ദൈവമക്കളായിരിക്കുന്ന സ്ഥാനങ്ങളിൽ നമ്മളെ സംരക്ഷിക്കുന്ന ദൈവം, നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കുന്ന ദൈവം, നമ്മുടെ നന്മയെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിക്കുന്ന ദൈവം. യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അടുത്ത വാക്യങ്ങൾ കൂടെ. തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അവൻ നിന്നെ മുഖത്ത് നോക്കി തെളിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു. സാത്താനോട്, ഇത് അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. യോബ് ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. യോബിനെതിരെ കുറ്റം ചുമത്തുവാൻ വേണ്ടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. യോബിനെ വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ്, ദൈവം വേലി കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് അവൻ ദൈവത്തെ കുറ്റം പറയാത്തത്. നീ വേലി ഒന്ന് പൊളിക്ക്. അവന്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ വരുമ്പോൾ ദൈവത്തെ ത്യജിച്ചു പറയും. നമ്മുടെ ജീവിതത്തിൽ ദൈവം വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം വേലി കെട്ടി സൂക്ഷിക്കും. എന്താ? ഒന്ന്, നമുക്ക് ചുറ്റും വേലി കെട്ടും. രണ്ട്, നമ്മുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടും. മൂന്ന്, നമ്മുടെ പ്രോസ്പെരിറ്റി, നമ്മുടെ പ്രോപ്പർട്ടി,
നമ്മുടെ നന്മ അതിനെല്ലാം വേലി കെട്ടും. ആ ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ഒരു ഭക്തന് വേണ്ടി ഹല്ലേലൂയ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം മറ്റ് ദൈവത്തെ പോലെ ആരുണ്ട്? ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന ആ യേശു നമ്മളെ വേലി കെട്ടി സൂക്ഷിക്കുവാൻ സർവശക്തനാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഫോഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഹല്ലേലൂയ. നമുക്ക് SPG ഇല്ലെങ്കിലും, നമുക്ക് Z കാറ്റഗറി ഇല്ലെങ്കിലും, വലിയ പോലീസ് സേനയൊന്നും ഇല്ലെങ്കിലും, നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ സംരക്ഷണമൊന്നും ഇല്ലെങ്കിലും, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ഭക്തനെ, പ്രാർത്ഥിക്കുന്ന, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, ദൈവവചനത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ഭക്തന് വേണ്ടി അവൻ തന്നെ അവനെ വേലി കെട്ടി, അവന്റെ കുടുംബത്തെ വേലി കെട്ടി, സകലത്തെ വേലി കെട്ടി സൂക്ഷിക്കുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. ഇന്ന് രാത്രി എന്നെ ഇന്ന് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടി പ്രാർത്ഥിക്കുക. ദൈവം സംരക്ഷിക്കുവാനായി നമ്മുടെ കൂടെ ഉണ്ട്. അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 4, ദൈവത്തിന്റെ തീ മതിലുകൾ കൊണ്ട് നമ്മൾ അവനെ സംരക്ഷിക്കും. സക്രിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, God is a well of fire and wall of fire. God is a wall of fire. സ്തോത്രം. ദൈവത്തിന്റെ തീ മതിൽ കൊണ്ട് നമുക്ക് ചുറ്റും കെട്ടിയിരിക്കുന്നു. യെരൂശലേം ഒന്ന് വായിച്ചാട്ടെ. യെരൂശലേം മതിലില്ലാതെ, കോട്ടയില്ലാതെ തുറന്നു കിടക്കുന്ന പട്ടണം ആയിരുന്നു. ആ സമയത്ത് ജനം പേടിച്ചു. പണ്ട് ബാബിലോണിയർ വന്ന് പിടിച്ചുകൊണ്ടുപോയി പ്രവാസികളായി കൊണ്ടുപോയതുപോലെ ഇനി കൊണ്ടുപോകുമോ? എന്നാൽ കർത്താവ് ദൂത് സക്കറിയാവിനോട് പറയുകയാണ്, ഞാൻ തീ മതിലായിരിക്കും. വായിച്ചാട്ടെ. സക്കറിയാവ് 2:5. ചുറ്റും തീ മതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. കേട്ടോ, ഞാൻ തീ മതിലായിരിക്കും. ദൈവം തന്നെ തീ മതിലായി. യെരൂശലേം മതിലില്ലാതെ കിടക്കുമ്പോൾ, ഇനിയും ബാബിലോണിന്റെ ശക്തികൾ വന്ന് പിടിച്ചോണ്ട് പോകുമ്പോൾ എന്നുള്ള ഭയത്താൽ കഴിയുന്ന ജനത്തോട് പറയുക, ഞാൻ തീ മതിലായിരിക്കും. ഹലോ, നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴായിരിക്കാം, ഒറ്റയ്ക്ക് ഭവനത്തിൽ പാർക്കുന്നവരായിരിക്കാം, ദുഷ്ടനും ദുഷ്കർമ്മിയും കവർച്ചക്കാരും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഭയപ്പെടാതെ തീ മതിൽ കൊണ്ട് നമ്മുടെ ചുറ്റും ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കുന്ന ദൈവം, തീ മതിൽ കൊണ്ട് മതിൽ കെട്ടി സംരക്ഷിക്കുന്ന ദൈവം, അതിനകത്ത് മഹത്വമായി ഇറങ്ങുന്ന ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ ചുറ്റും, നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും, നമ്മുടെ നന്മയ്ക്ക് ചുറ്റും തീ മതിലായിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവം നമുക്ക് ചുറ്റും തീയായി നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. അത് എന്ത് തൊടുത്തുവിട്ടാലും, തിന്മയുടെ ശക്തികൾ, ശാപങ്ങൾ തൊട്ടുവിട്ടാലും, ആവിചാരം തൊടുത്തുവിട്ടാലും, മന്ത്രവാദം തൊട്ടുവിട്ടാലും, ആവശ്യമില്ലാത്ത ഭയങ്ങൾ മാറ്റുവാൻ വേണ്ടി ദൈവം പറയുകയാണ്, നീ തീ മതിലായി, നിനക്ക് ചുറ്റുമുണ്ട് തീ മതിലായി. നിനക്ക് ചുറ്റുമുണ്ട്. മന്ത്രവാദം ചെയ്തോട്ടെ, ശാപങ്ങൾ ഉച്ചരിച്ചോട്ടെ, ആവിചാരം ചെയ്തോട്ടെ, ദൈവം നിനക്ക് സംരക്ഷകനായി തീ മതിൽ കൊണ്ട് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഇന്ന് പകലിൽ ആ യേശുവിനെ ഒന്ന് ആരാധിച്ചിട്ട് കരമടിക്കാൻ കഴിയുന്നവർ ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് ആ കർത്താവിന് ഹല്ലേലൂയ അഭിവാദ്യം കൊടുത്ത് ഇന്ന് ഹല്ലേലൂയ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ഉടമന ഹദരഘടകസിയ അടകൽ കൗടവരഘടക ശാന്തർ കൗടവരഗസിയ ലാബ്രാനഗസ്മര ദിടവടക ശാന്തർ കൗടവരഗസിയ. അപ്പോൾ ഒന്ന്, അവൻ നമ്മളെ ദൂതന്മാരെ അയച്ച് സംരക്ഷിക്കുന്നു. 2, ദൈവം തന്നെ ചിറക് വിരിച്ച് അവർ നമ്മെ സംരക്ഷിക്കുന്നു. 3, നമുക്ക് 3 വിധത്തിലുള്ള സംരക്ഷണങ്ങൾ നമുക്ക് ചുറ്റും, നമ്മുടെ തലമുറ, നമ്മുടെ കുടുംബത്തിന് ചുറ്റും, നമ്മുടെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്നു. മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന സ്ഥലത്ത്, മതിലുകൾ പൊളിഞ്ഞു കിടക്കുന്നിടത്ത്, പിന്നെയും പിടിച്ചുകൊണ്ടുപോയി പോകുമോ എന്ന് ഭയപ്പെട്ടിരിക്കുന്ന ജനത്തിന് ചുറ്റും തീമതിലായി നിന്നുകൊണ്ട് അവന്റെ മഹത്വം വെളിപ്പെടുത്തി സംരക്ഷിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. എത്ര നല്ലവനാണ് നമ്മുടെ കർത്താവ്. ഇന്ന് ചില ഭയങ്ങൾ വിട്ടുമാറുകയാണ്, ചില പേടികൾ വിട്ടുമാറുകയാണ്, ചിലർക്ക് ധൈര്യം പകരുകയാണ്, ചിലർ ബോൾഡ് ആകുകയാണ്,
ചില ഭയങ്ങൾ, ചിലതിനെ ചൊല്ലിയുള്ള ഭയങ്ങൾ വിട്ടുമാറട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളിലുള്ള ഭയങ്ങൾ വിട്ടുമാറട്ടെ, ഭയങ്ങൾ വിട്ടുമാറട്ടെ. സംരക്ഷകനായ ദൈവം ഞങ്ങളുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. ഏത് നിലകളിലും ഞങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ചെയ്ത് ഞങ്ങളെ വിടുവിക്കുവാൻ, ഞങ്ങൾക്ക് സ്വസ്ഥത ലഭിക്കുവാൻ, നമുക്ക് സമാധാനം ലഭിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആരാധിച്ചാട്ടെ. ഒന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ, ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, യേശുവിന് നന്ദി പറഞ്ഞാട്ടെ, ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. നമ്മളെ വിടുവിക്കുന്ന താങ്ങായി, നമ്മൾ കല്ലിത്തട്ടി വീഴാതെ, നമ്മൾ വീണു പോകാതെ, തകർന്നു പോകാതെ സംരക്ഷിക്കുന്ന ഒരു ദൈവം. അടുത്ത നമ്മളെ ദൈവം സംരക്ഷിക്കുന്നത് യേശുവിന്റെ രക്തത്താൽ നമ്മളെ സംരക്ഷിക്കും. യേശുവിന്റെ രക്തം, ബ്ലഡ് ഓഫ് ജീസസ് പ്രൊട്ടക്ട് us. യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മളെ സംരക്ഷിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ, പുറപ്പാട് 12:13 വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, യേശുവിന്റെ രക്തത്താൽ, കുഞ്ഞാടിന്റെ രക്തത്താൽ. വായിച്ചാൽ, ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തു കൂടി കടന്ന് മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെ ഒക്കെയും സംഹരിക്കും. മിസ്രയീമിലെ സകല ദേവന്മാരിലും ഞാൻ ന്യായവിധി നടത്തും. ഞാൻ യഹോവയാകുന്നു. നിങ്ങൾ പാർക്കുന്ന വീടുകളിന്മേൽ രക്തം അടയാളമായിരിക്കും. ഞാൻ രക്തം കാണുമ്പോൾ നിങ്ങളെ ഒഴിഞ്ഞ് കടന്നു പോകും. കേട്ടോ, രക്തം കാണുമ്പോൾ ഒഴിഞ്ഞ് കടന്നു പോകും. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തന്റെ രക്തം തന്റെ പാപവിമോചനത്തിന് വേണ്ടി, മാനവകുലത്തിന്റെ വിടുതലിന് വേണ്ടി തന്റെ ചങ്കിലെ ചോരയും കൂടെ തന്ന് വിടുവിച്ചത് യേശു ക്രിസ്തുവിന്റെ രക്തത്താല് നമ്മളെ വിടുവിച്ചു, സൗഖ്യമാക്കി. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ മുദ്ര, വിടുവിക്കുന്ന രക്തത്തിന്റെ മുദ്ര, സൗഖ്യമാക്കുന്ന രക്തത്തിന്റെ മുദ്ര നമ്മുടെ മേൽ വീണിട്ടുണ്ട്. ശുദ്ധീകരിച്ച് പാപങ്ങൾ യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് പിശാചിനെ നമ്മുടെ മേലുള്ള എല്ലാ ഹോൾഡുകളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിശാചിന് നമ്മൾ കൊടുക്കുന്ന ഇൻവിറ്റേഷൻ അല്ലാതെ പിശാചിന് ഇനി യാതൊരു വിധത്തിൽ അവകാശപ്പെടാൻ ഒരു ഹോൾഡുമില്ല. ഒരു പിടിച്ചു ഹോൾഡുമില്ലാത്ത നിലകളിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് യേശുവിന്റെ രക്തത്താൽ മുദ്രവിട്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ നമ്മളെ യേശു സംരക്ഷിച്ചിരിക്കുന്നു. കുഞ്ഞാട് മിസ്രയീമിൽ ബാധ വന്നപ്പോൾ 10ാമത്തെ ബാധയായിരിക്കുന്ന കടിഞ്ഞൂലുകളെ സംഹരിക്കുന്ന ബാധയിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി, എബ്രായ ജനത്തിന്റെ കട്ടളമേലും പുറംപടിമേലും യേശു കുഞ്ഞാടിന്റെ രക്തം പുരട്ടുമ്പോൾ സംഹാരകൻ മാറിപ്പോകുന്നു. അതുപോലെ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് ഭൂമിയിലേക്ക് വന്ന ആ നമ്മുടെ പാപത്തിനു വേണ്ടി അവൻ യാഗമായി തീർന്നതിലൂടെ, രക്തം ചീന്തിയതിലൂടെ, അവന്റെ രക്തം ഹല്ലേലൂയ നമ്മുടെ മേൽ മുദ്രയായി വീണതിലൂടെ അവന്റെ എല്ലാ പദ്ധതികളും പിശാചിന്റെ പൊളിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് ഒന്ന് കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ നിന്ന് കരമുയർത്തി സ്തുതിച്ചാട്ടെ. ഒരു ബാധയിൽ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല, ഒരു ബാധയിൽ നിന്റെ കൂടാരത്തിന് അടുക്കത്തില്ല. നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഗുണകരമായ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഹ രക്തം, യേശുവിന്റെ രക്തത്താൽ അടിമത്തത്തിൽ വിടുവിച്ച 430 വർഷം കുഞ്ഞാടിന്റെ കുഞ്ഞാടിന്റെ രക്തത്താൽ 430 വർഷം അടിമകളായിരുന്ന ജനത്തെ വിടുവിച്ചതുപോലെ യേശുവിന്റെ രക്തത്താൽ പാപത്തിന്റെ അടിമത്തത്തിലായിരുന്ന നമ്മളെ അവൻ വിടുവിച്ചു. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചാട്ടെ. വായിച്ചോ? അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. അപ്പൊ എങ്ങനെയാണ് കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും സാക്ഷ്യവചനം ഹേതുവായിട്ടും അവർ ജയിച്ചു? ഹല്ലേലൂയ. നമുക്ക് ജയിക്കുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ തന്നിരിക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ രക്തം. ഹല്ലേലൂയ. അത് നമ്മൾ ഒഴുക്കിയതല്ല. കർത്താവ് നമ്മളോട് കരുണ തോന്നി, കൃപ തോന്നി നമ്മളെ വിടുവിക്കുവാൻ വേണ്ടി അവൻ കാൽവരിയുടെ കൊലക്കളത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തം ഒഴിക്കപ്പെട്ടു. ഗവദാ തുടങ്ങി ഹല്ലേലൂയ 1 കുറേ 40 അടിയേറ്റ് അവൻ രക്തം വാർന്നൊഴുകി. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു. കാൽവരിയുടെ കൊലക്കളത്തിൽ അവസാന തുള്ളി രക്തം ചീന്തും വരെയും അവൻ ഹല്ലേലൂയ അവൻ നമുക്ക് വേണ്ടി, പാപത്തിന് വേണ്ടി അവൻ മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിന്റെ രക്തം, എല്ലാവരും പുറക്കെ പറ, യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ സംരക്ഷണം ചെയ്യും.
ഉറക്കപ്പറ, യേശുവിന്റെ രക്തം എന്നെ സംരക്ഷണം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ രക്തം എന്നെ സംരക്ഷണം ചെയ്യുന്നു. ഞാൻ പേടിക്കുകയില്ല, ഞാൻ ഭയപ്പെടുകയില്ല. നമ്മുടെ ചുറ്റും യേശുവിന്റെ രക്തം ഒഴിച്ചിരിക്കുന്നു. നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ നന്മകൾക്ക് ചുറ്റും യേശുവിന്റെ രക്തം, ആ മുദ്ര വീടിരിക്കുന്നു. ആ മുദ്ര യേശുവിന്റെ രക്തത്തിന്റെ മുദ്ര വീടിരിക്കുന്നത് കൊണ്ട് അവന്റെ ഹോൾഡുകൾ, അവന്റെ ശക്തികളെല്ലാം തകർന്നു പോയിരിക്കുന്നു. അവൻ നമ്മളെ സംരക്ഷണം ചെയ്തിരിക്കുകയാണ്. എൻ്റെ യേശുവിന് നന്ദി പറയുന്നു. കാൽവറിയിൽ ഞങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്നതിനായി ഞങ്ങൾ നന്ദി പറയുക കർത്താവേ. ഹല്ലേലൂയ. 6 ദൈവം തന്നെ നമ്മോട് കൂടെയുണ്ട്. നമ്മളെ സംരക്ഷിക്കാൻ എപ്പോഴും കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ജീസസ് ഈസ് വിത്ത് us. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. മത്തായി സുവിശേഷം 28:20 പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഇങ്ങനെ ഒരു വാഗ്ദത്തം ചെയ്തു തന്ന ആരുണ്ട് പ്രിയമക്കളെ? നമ്മുടെ യേശു പറയുകയാണ്, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ. ജീസസ് ഈസ് വിത്ത് us. യെശയ്യാവിന്റെ പ്രവചനം 41:10 വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. 41:10, യെശയ്യാവ് 41:10 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്റെ കൂടെയുണ്ട്. കർത്താവ് പറയുന്നു, ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. കേട്ടോ, ദൈവം നമ്മോട് കൂടെ. ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. ഗോഡ് ഈസ് വിത്ത് us. ദൈവം നമ്മുടെ കൂടുണ്ട്. യേശു നമ്മുടെ കൂടുണ്ട്. പ്രശ്നം അനുഭവിക്കുമ്പോഴും, പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോഴും, ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴും, ദാരിദ്ര്യം അനുഭവിക്കുമ്പോഴും, കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും, എല്ലാ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോഴും, ജോലി ഇല്ലാത്ത അവസ്ഥയിലും ജോലിയുള്ള അവസ്ഥയിലും, നന്മയുള്ള അവസ്ഥയിലും അനുഗ്രഹമുള്ള അവസ്ഥയിലും എല്ലാം കർത്താവ് കൂടെയുണ്ട്. ആ ദൈവം വിടുവിക്കും. അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് അവൻ നമ്മളെ വിടുവിക്കും. സങ്കീർത്തനം 121:5 പറയുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനം 121:5 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനത്തിൽ 121:5 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാനായിട്ട് കഴിയും. 121:5 സങ്കീർത്തനം 121:5. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. പകൽ സൂര്യനെങ്കിലും ചന്ദ്രൻ എന്നെ ബാധിക്കില്ല. നിന്റെ വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും ഒക്കെ നിന്റെ സംരക്ഷകനായി നിന്റെ കൂടെ ഇരുന്ന് വിടുവിക്കുന്ന ഒരു കർത്താവിനെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹല്ലേലൂയ. എന്തിനു പേടിക്കണം ദൈവമക്കളെ? ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യുവാൻ. ഹല്ലേലൂയ. അവൻ പരിപാലകനായി, ഇടത്തും വലത്തുമുള്ളവനായി, ഹല്ലേലൂയ, നമ്മളെ സഹായിക്കാനായി അവൻ നമ്മുടെ കൂടെയുണ്ട്. ഉറക്കപ്പറ, യേശുവിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ആവർത്തന പുസ്തകം 31:8 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, ഹല്ലേലൂയ, യഹോവ എനിക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെ ഇരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും. ആ വാക്യം എല്ലാവരും പറഞ്ഞാട്ടെ. അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നീ പേടിക്കരുത്, ഭ്രമിക്കരുത്. മഹാനായ ശക്തിയുള്ള ദൈവം, സ്നേഹമുള്ള യേശു, തകർക്കുന്ന രാജനായി മുൻപടയായി പിൻപടയായി കൂടെയുണ്ട്. തകർക്കുന്ന രാജരാജനായി മുന്നമേ ഉണ്ട്, പുറകിലുണ്ട്. നാം ഭയപ്പെടേണ്ട കാര്യമില്ല, നാം ഭ്രമിച്ചു പോകേണ്ട കാര്യമില്ല. നമ്മെ നടത്തുന്ന നല്ലവനായ ദൈവം യഹോവ നമ്മോട് കൂടെ, യേശു നമ്മോട് കൂടെ. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്, ഒരു നാളും കൈവിടത്തില്ല. ഹല്ലേലൂയ. നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ഇത്രത്തോളം വാഗ്ദത്തം തന്നാൽ യേശു നമുക്കുള്ളത് കൊണ്ട് ഇന്ന് ഈ ഉപവാസ പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം എല്ലാം അറിയുന്നുണ്ട്. അവൻ മറുപടി തരുവാൻ, നമ്മളെ സംരക്ഷിക്കുവാൻ ശക്തനാണ്. എല്ലാ ഭയങ്ങളും മാറട്ടെ. തലമുറയെ കുറിച്ചുള്ള ഭയങ്ങൾ, നന്മയെ കുറിച്ചുള്ള ഭയങ്ങൾ, ഭാവിയെ കുറിച്ചുള്ള ഭയങ്ങൾ, ആരോഗ്യത്തെ കുറിച്ചുള്ള ഭയങ്ങൾ, എല്ലാ ആശങ്കകളും ഇന്ന് പകൽ ആത്മാവിൽ വിട്ടുമാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. എല്ലാ ദുരാത്മ സ്വാധീനങ്ങളും അടിഞ്ഞു മാറുവാൻ ഞങ്ങൾ കൽപ്പിക്കുകയാണ്. ഇന്ന് രാത്രി ആശങ്കകൾ വിട്ടുമാറട്ടെ, ദുഷ്ടന്റെ ആധിപത്യങ്ങൾ വിട്ടുമാറട്ടെ, പൈശാചികതകൾ വിട്ടുമാറട്ടെ.
ദൈവം തന്നെ നമ്മോട് കൂടെയുണ്ട്. ഉറക്കെ പറ, ദൈവം തന്നെ നമ്മുടെ കൂടെയുണ്ട്. ദൈവം തന്നെ നമ്മുടെ കൂടെയുണ്ട്. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ദൈവം എന്റെ കൂടെയുണ്ട്, യേശു എന്റെ കൂടെ ഉണ്ടെന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോർഡ് ഹിംസെൽഫ് ഗോസ് ബിഫോർ യു. സങ്കീർത്തനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 2-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുകയാണ്. ഇങ്ങനെ വായിക്കുന്നു: ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിൽ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു ചെയ്യും. ഹല്ലേലൂയ. നിനക്ക് മുമ്പായി കർത്താവ് നമുക്ക് മുമ്പായി നടക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് അല്ലെങ്കിൽ നാളെ രാവിലെ തിരുവല്ലായിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് മുമ്പായി ദൈവം നടക്കുന്നു. വഴിയിൽ ഒളിച്ചിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം പ്രതികൂലങ്ങൾ, യാത്രയിലെ പ്രതികൂലങ്ങളെല്ലാം അവൻ ദുർഘടങ്ങളെ നിരപ്പാക്കുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ മുന്നമേ പിശാച് ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെ അവൻ ഇല്ലാതാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. അവൻ തകർത്തു കളയുന്നു. ലോർഡ് ഹിംസെൽഫ് goes before you. കർത്താവ് നമുക്ക് മുമ്പായി നടക്കുന്നു. നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലും ആവർത്തന പുസ്തകം 31:8 അവൻ നമുക്ക് മുമ്പായി നടക്കുന്ന ദൈവമാണ്. നമുക്ക് പുറകിൽ നടക്കുന്നു, നമുക്ക് ഇരുവശങ്ങളിൽ നമ്മുടെ കൂടെ നടക്കുന്നു, നമ്മുടെ കൂടെ നടക്കുന്നു, നമുക്ക് ദൂതനെ അയച്ചു വിടുവിക്കുന്നു, നമുക്ക് ചുറ്റും അവൻ സംരക്ഷകനായി വേലി കെട്ടിയിരിക്കുന്നു, നമ്മുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, നമ്മുടെ തലമുറയ്ക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, നമ്മുടെ നന്മയ്ക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. ഇത്രമാത്രം നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽക്കാലം ഞാൻ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവവൈതലേ, നിങ്ങൾ ഏത് രാജ്യത്തായിരുന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും ഭയപ്പെടുന്നതോ പ്രതികൂലത്തിന് നടുവിലായിരുന്നാലും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയുന്ന, നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന നല്ലൊരു കർത്താവ് ഹല്ലേലൂയ നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മളെ വിളിച്ചിറക്കിയത് വെറുതെ അല്ല. ഹല്ലേലൂയ. അവൻ എല്ലാ സപ്പോർട്ടുകളും തന്ന് സംരക്ഷിച്ച് നമ്മളെ നടത്തുന്ന ദൈവമാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2:7 വായിക്കുന്നു. ഇങ്ങനെ വായിക്കുകയാണ്: ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ കൂട്ടിക്കൊണ്ടു വന്നു. ഞാൻ ദൈവം എന്തിനാ വിളിച്ചിറക്കിയത്? ഞാൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അതിന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ, അതിന്റെ നന്മ അനുഭവിപ്പാൻ, അല്ലെങ്കിൽ ഗുണം അനുഭവിപ്പാൻ കർത്താവ് കൂട്ടിക്കൊണ്ടു വന്നു. നാം രക്ഷിക്കപ്പെട്ടതിലൂടെ, സ്നാനപ്പെട്ടതിലൂടെ പാപത്തിലും ദൈവത്തെ അറിയാതെ, ദൈവം ആരെന്നറിയാതെ, ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതെ, ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയാതെ ജീവിച്ച കാലത്ത് അവൻ കൈക്ക് പിടിച്ച് ചില കുടുംബങ്ങളിൽ നിന്ന് ചില സാഹചര്യങ്ങൾ നമ്മളെ പുറത്തു കൊണ്ടുവന്നത് യിരെമ്യാ പറയുന്നത് പോലെ അവൻ നിങ്ങളെ ഫലവത്തായ ഒരു ദേശത്ത് അവന്റെ ഫലവും ഗുണവും അനുഭവിപ്പാൻ, നന്മ അനുഭവിപ്പാൻ, കൃപ അനുഭവിപ്പാൻ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രാർത്ഥന കുറയ്ക്കല്ലേ, ആരാധന കുറയ്ക്കല്ലേ, ദൈവത്തോടുള്ള സ്നേഹം കുറയ്ക്കല്ലേ. ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ ഇന്ന് ദൈവ മക്കളുടെ മേൽ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവരെന്ന് സ്തുതിച്ചു തുടങ്ങി. ദൂതന്മാരെ അയച്ച് സംരക്ഷണം ചെയ്യുന്ന ദൈവം, തന്റെ ചിറക് വിരിച്ച് സംരക്ഷണം ചെയ്യുന്ന ദൈവം, വേലി കെട്ടി നമുക്ക് ചുറ്റും, നമ്മുടെ നന്മയ്ക്ക് ചുറ്റും, നമ്മുടെ കുടുംബത്തിന് ചുറ്റും വേലി കെട്ടി സംരക്ഷിക്കുന്ന ദൈവം. തീമതിലായി, മതിൽ പൊളിഞ്ഞു കിടക്കുന്നിടത്ത്, തകർന്നു കിടക്കുന്നിടത്ത്, ആർക്കും കയറി വരാൻ കഴിയുന്ന സ്ഥലത്ത്, ഭയപ്പോടോടിരിക്കുന്നിടത്ത് തീമതിലായി, വെറുമല്ല തീമതിലായി സംരക്ഷണം ചെയ്യുന്ന ദൈവം. യേശുവിന്റെ രക്തത്താൽ കാൽവരിയിൽ കൊലക്കളത്തിൽ അവൻ വില കൊടുത്തു വാങ്ങിച്ചത്, നമ്മളെ അവന്റെ രക്തത്താൽ വില കൊടുത്തു വാങ്ങിച്ചത്, അവൻ രക്തത്തിന്റെ സംരക്ഷണം ലഭിക്കുവാനാണ്. ഹാവേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ അടുക്കലേക്ക് അത്ര വന്നത്. ഇസ്രായേൽ ജനത്തെ കടിഞ്ഞൂലുകളുടെ സംഹാരത്തിൽ നിന്ന് കുഞ്ഞാടിന്റെ രക്തം വിടുവിച്ചെങ്കിൽ നമ്മെ വിടുവിക്കുവാൻ യേശുവിന്റെ രക്തത്തിന് കഴിയും. യേശുവിന്റെ രക്തത്തിന് കഴിയും. എന്റെ പ്രിയരെ, ഹല്ലേലൂയ. അവൻ നമ്മോട് കൂടെയുണ്ട്. God is with us. ഇമ്മാനുവേൽ. അവൻ നമ്മോട് കൂടെ, നമ്മളെ സംരക്ഷിക്കുക. നമ്മൾ എവിടെ പോകുന്നു അവിടെ എല്ലാം, ഓഫീസിൽ പോയാലും, നമ്മുടെ ഒരു ആവശ്യത്തിന് പോയാലും, നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്തും ആരാധിക്കുന്ന സമയത്തും എല്ലാം ദൈവം നമ്മോട് കൂടെ, ആ ഒരു ചിന്ത നമ്മോട് കൂടെ ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും. ഞാൻ ഒറ്റയ്ക്കല്ല. ഉറക്കെ പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല.
കർത്താവ് എന്നെ സംരക്ഷിക്കാൻ കൂടെ ഉണ്ട്. എൻ്റെ തലമുറകൾ വിദേശത്തായിക്കൊള്ളട്ടെ, കടലുകൾക്കപ്പുറത്തായിക്കൊള്ളട്ടെ, എൻ്റെ തലമുറകളെ സംരക്ഷിക്കാൻ യേശു കൂടെ ഉണ്ട്. ഹല്ലേലൂയ. അവൻ നമുക്ക് മുൻപായി നടക്കുന്നു. ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ, താമ്രക്കഥകളെ തകർക്കുവാൻ അവൻ നമുക്ക് മുമ്പായി നടക്കുകയാണ്. ഇന്ന് രാത്രി നമ്മൾ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ പോകും. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. അടകൽ കൗടവരകസിയ ഒന്ന് ശബ്ദമുയർത്തി പ്രാർത്ഥിച്ചാണ്. കർത്താവേ, ഉപവാസ പ്രാർത്ഥനയെ ഞങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ ഹല്ലേലൂയ ഇത്ര 26 ഐഡികൾ ഇന്ന് വന്നിട്ടുണ്ട്. അവർ വെറുതെ വന്നതല്ല. ഹല്ലേലൂയ, സ്തോത്രം. പല സാഹചര്യങ്ങൾ ഈ പ്രാർത്ഥനയെ ഉപേക്ഷിക്കാൻ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. വാഞ്ചയോടെ ദൈവമേ, യേശുവേ എന്ന് വിളിച്ച് ചില പ്രശ്നങ്ങളുടെ പ്രതികൂലങ്ങളുടെ നടുവിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന, വിടിവിക്കുന്ന നല്ലവനായ ഒരു കർത്താവിനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ദാസി സിന്ധു എബി തോമസ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവമക്കളെല്ലാവരും ഈ പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂടിയിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. Hallelujah.